ചാത്ത ഇടവന്റെ ആക്രി കാറിന്റെ കളൂര് നീ അങ്ങനെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുന്നേല് ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, നീ ഇനി ജോർജ് സാറിന് ഇനിയും കുറെ അറിയാനുണ്ട്. നിന്റെ അപ്പന്റെ കൈവടി മാറ്റിയിട്ട് കുറച്ചാവുന്നേ ഉള്ളൂ. നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉണ്ടായ അത് തുണിക്കട്ട. നീ ആവശ്യം കാണിക്കാതെ നിന്റെ അപ്പനും നാളും കൈയോട്ടിക്കാൻ നോക്കി. ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന തെളിവുകളെ പരസ്പരം കണക്ട് ചെയ്തുണ്ടാക്കുന്ന കഥയാണ് കുറ്റാന്വേഷണം. ആ കഥയിലെ നമുക്ക് ലോജിക്കലി ആവശ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നിർത്തിയാണ് അവസാനം കിട്ടുന്ന കഥയായിരിക്കും യഥാർത്ഥത്തിൽ നടന്ന കുറ്റകൃത്യം. അതായത് അന്നം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് പാർട്ട് ടൈമായിട്ട് ജോലിക്കൊക്കെ ഉണ്ടായിരുന്നു. കമ്പനി 8 നില പൊട്ടി. അണ്ണനും എനിക്ക് കൂടുതൽ ചേരാൻ പറ്റിയില്ല. പിന്നണ്ണൻ കടയിൽ നട്ടോട്ടടി. പോണം 4 ഡീറ്റിലായിട്ടും മിണ്ട. കണ്ണെടുക്കാൻ മറന്നു, എടുക്കാൻ മറന്നു. யாரும் தள்ளலண்ணா. എടാ മോനെ രംഗച്ചേട്ടൻ കാണിച്ചോളൂ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? താനെന്ത് വർത്താനാ പറയുന്ന ജെയിംസൺ? തനിക്ക് അറിയാവുന്നില്ല, സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒരു വറ്റി കഞ്ഞി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം എന്നെ ഒന്ന് ചോദിപ്പിച്ചത്. താൻ പേടിക്കണ്ട, 500-ലെ വർക്ക് ചെയ്യുന്ന തന്നെയാണ് എൻ്റെ അപ്പൻ്റെ പേര്. എല്ലാവരും റിപ്പറൊന്നും ക്രൂരെന്നും വിളിക്കുന്നത് എനിക്കുള്ളത് മാനസിക പ്രശ്നങ്ങളല്ല, ലഹരിയാണ്. ചുറ്റി കൊണ്ട് തലക്കടിക്കുമ്പോൾ തലയോട്ടി വിളിക്കുന്ന ഒരൊച്ച, അതിൻ്റെ കൂടെ നാട്ടുകാരുടെ നിലവിലെയും കൂടി ആകുമ്പോൾ ഈ നഗരത്തിന് ഗംഗയെ വേണ്ട. അവൻ വെറും ഒരു വേസ്റ്റാണ്. അല്ല, ഗംഗ നിന്റെ അവന്റെ കെട്ടിയോൾക്ക് പോലെ അവനെ വേണ്ട. പിന്നെ നീ എന്തിനാണ് അവൻ അന്വേഷിച്ച് നടക്കണം? അവനൊരു പേപ്പട്ടിയാണ്. പേ പിടിച്ച തെരുവട്ടി വീട്ടിൽ കയറി വന്നാൽ ചിലപ്പോ തല്ലിക്കൊല്ലും, അല്ലേ? ഉഷയോട് അങ്ങനെ ഒരു തരം സംസാരിക്കാൻ പാടില്ല. മുതലാളി ഇന്ന് പറഞ്ഞത് ഞാൻ വിട്ടു. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടായ മുതലാളി പടവാക്കി ചില്ലിട്ട് ഞാൻ ചുവരിൽ കയറ്റും. എന്റെ സ്വന്തം ചിലവിൽ ആരടി നീളത്തിൽ ഒരു കുളിയും എടുത്തു. ഇത് നാട്ടുകാരോടോ പോലീസുകാരോടോ ഒന്നും പറയാണ്ടിരിക്കണം. എന്നെ പിടിച്ചിടാനുള്ള വളിപ്പുണ്ട് ഇവിടത്തെ ഒരു ചേർക്കുള്ള. ഈ സോഷ്യൽ മീഡിയ തമ്മിലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കാം. അതിൻ്റെ ചതിക്കുഴി നിന്ന് യുവതലമുറ രക്ഷിക്കേണ്ട പോലെ നിൽക്കണം. മനസ്സിലായ? ഞാൻ നിന്റെ വാപ്പല്ല, അന്തകനാണ്. കണ്ടില്ലേ, ഇയാളെ കള്ളും കഞ്ചാവും കാരണം ഞാൻ ഉമ്മ വരച്ച് മരിച്ച് ഞങ്ങളെ മക്കളെ ജീവിതം ഇയാൾ കൂട്ടിച്ചോറാക്കി. കുഴിയിലിട്ട് കാലി നീട്ടിയിരുന്നിട്ട് ഒരു സൂര്യം തരുമില്ലെങ്കിൽ പിന്നെ ഞാൻ അന്തങ്ങാണ് പോകുന്നത്. പൂതി മനസ്സിൽ വെച്ചാൽ മതി. വീട്ടിൽ സ്വയം പണിക്ക് പോകണ, എന്ത് പണിയെടുക്കാൻ കള്ളു കൂട്ടാൻ പോകണ. എന്റെ നോവലേക്കുള്ള സമയ സൗകര്യം എനിക്കില്ല. പിന്നെ കാശിന് തനിക്ക് തന്നെ ഉറവെന്ന് എനിക്ക് നേർച്ചൊന്നുമില്ല. കഴിവില്ലി കളഞ്ഞിട്ട് പോണമേ. Yeah, we will send them a message. But how do you feel? You ride as fast as wind can carry. Kamachoni, ele civil yacht. You tell the other clients to come. Ele wala hagan chipa. You tell them to Magta, I'll call for them. He see the Turk matter. You fly now with me. Oh, what's everybody so sad about this, guys? If it was me down on the sidewalk and rock right over me, I bet you read it on the speak. But this guy's why because so much rain being cried on TV.
You have a problem with Chama's way. Yes, I do. Have you seen girls like Ade Murray? ഇത് കരുക്കള് ഇത് രണ്ട് പകിടം എറിയുമ്പോ വീഴുന്നുണ്ട് നോക്കി കരയിൽ നിൽക്കണം. ആദ്യം ഇവിടെ കരയത്ത നാള് ചോദിക്കും. ഒക്കെ ഭാഗ്യം പോലെയാ. കാലം എന്തൊരു അരസികനാണല്ലേ. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ പകിടകളി തന്നെയാ നല്ലത്. അത് നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭേദന ഉള്ളിലൊതുക്കി വിധി എന്ന കാര്യം സ്വയം ആശ്വസിച്ച് നിശബ്ദമായിരിക്കണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ എന്താ എങ്ങനെയാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെയും സങ്കുചിത മനസ്സിന്റെ പ്രശ്നമാണ്. Better you try to change, Mr. Senior. Yeah, Bobo, Primera Bobo, ya la Bobo, Bobo, la Bobo. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ സാർക്ക് ഇപ്പടി ഒരു ഫ്ലാഷ് ബാക്ക് എടുക്കുന്നു. ഒരു പോലീസാനും പറഞ്ഞില്ല. നല്ല വേല ഓൻ പയ്യ പോലീസുകാരൻ இருந்தா ഉയരോടെ പക്ഷം എന്നൊക്കെ ആ വിധം യൂസ്ഫുൾ ആണ്. അല്ലെ ഉയരെ കാപ്പാത്തിരുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. அதே கொத்து கூட ஊஞ்சல கொத்து என்னோட சொன்னா விட்டுடியா சார் நீ என்னை வீட்டுக்கு சொல்லிட்டு எப்படி எங்கிட்ட போனா பிளான் பண்ணுவ அதான சார் நீ. சரி சார் ஒத்துக்கிறேன். நீ நல்லதானு கெட்டவன அந்த நல்லா காட்டிக்கணும் கெட்டவதே இல்லை சார். கெட்டவனுக்கு அதை கேளு சார். நல்லா இருக்கும் சாரசு மரங்கள் நல்லா ட்விஸ்டாக இருக்கு. நான் சொல்றேன் நீ கேளு. அது என்னடா சொன்னாவ என்ன பிடிச்சவனெல்லாம் கொல்ல போறாங்க. என்ன பிடிச்சவன தக்காடி பேருக்கண்டா வெளியில. ஆமா லேதன் நான் செஞ்சதெல்லாம் வெளியில சொல்ல முடியாது. It's on to secrecy and not by my failures. எனக்கு சக்சஸ் இருக்கு ஆனா வெளியில சொல்ல முடியாது. சொல்ல மாட்டேன் ஏன்னா நான் நேர்மையான கொம்ப. என் பையன் சத்ததுக்கான ரிவர்ஸ் ஒன்று நினைக்கிறீங்களா? யார் சார்ந்த சம்பளம் கல்வி சார். இன்னைக்கு இதில் கையில பவர் இருக்கிற எல்லாம் சொந்தம் தான். சத்து போல பேரு பிரபஞ்சம். பெத்தவனோட பேரு விக்ரம். அதில் எந்த குழப்பமும் வேணாம். திருச்சியில் நடந்த ட்ரக் பஸ் காரணம் மிலிட்டரியா போலீஸோ இல்ல ஜெயில இருந்து பரவல வந்த ஒரு கைதி. அவ பேரு ரோலக்ஸ். அவ பேரு தில்லி. என்னன்னு கூப்பிட்ட? ரோலக்ஸ். ரோலக்ஸ் சார். Anyway, sir. Yes, sir. Okay, sir. Yes, sir. Yes, sir. Nah. Alex. All right. It's all right. ആരംഭിക്കലാങ്ങളാ. താങ്ക് യു. എങ്ങനെയായിരുന്നു സിനിമ? എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നോ സിനിമ? സൂപ്പറായിരുന്നോ? ഇനി ഞാൻ ചോദിക്കുകയാണ്, ആരുടെ ശബ്ദമാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇത്രയും അനുകരിച്ചില് ഇത്രയും താരങ്ങളെ ഞാൻ സ്ക്രീനിൽ കൊണ്ടുവന്ന് അനുകരിച്ചല്ലോ, ശബ്ദം കൊടുത്തല്ലോ, ആരുടെ ശബ്ദമാണ് ഏറ്റവും? കമലഹാസനോ? ലാലേട്ടൻ? ഇന്ദ്രൻ ചേട്ടന് ഇഷ്ടപ്പെട്ടോ? ഇന്ദ്രൻ ചേട്ടന്റെ ശബ്ദം അനുകരിച്ചപ്പോ ഭയങ്കര കൈയടിയായിരുന്നു കേട്ടോ ഇരിങ്ങാലക്കുടക്കാരെ തന്നെ. പഴയകാല ഇന്ദ്രൻ ചേട്ടന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? എങ്ങനെയത്? ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇന്ദ്രൻ ചേട്ടന്റെ ശബ്ദം ഓരോ കൊലപാതകം കഴിഞ്ഞ് ഞാൻ 1-2 കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർ ദേവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞെന്ന്. വേട്ട അവസാനിച്ചു ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ. പിന്നെ മാത്രമല്ല നമ്മുടെ ബിനു പപ്പുവിന്റെ വളരെ ലൗഡായിട്ടുള്ള ശബ്ദമാണ് അനുകരിച്ചത്. പക്ഷെ എനിക്ക് ആ സിനിമയിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഡയലോഗാണ് ഏറ്റവും ഇഷ്ടം. ഈ ഡയലോഗ്, എടാ ബെൻസേ, നിനക്ക് വിശപ്പും ദാഹമൊന്നുമില്ലടാ. നിന്റെ സാമയെടുത്തല്ലടാ കഴിവേറി.
നിന്റെ ദാഹവും വിശപ്പ് എന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാടാ. ഇതാണ് ആ ഡയലോഗ്. മാത്രമല്ല ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ആട് സിനിമയിലെ അറക്കലബുവിനെ ഇഷ്ടമാണോ? അറക്കലബു നമ്മുടെ ഷാജി പാപ്പിനെ കണ്ടിട്ടില്ലേ? ആട് 3 വരാൻ പോവുകയാണ്. അറക്കലബുവിന്റെ ശബ്ദം എങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങനെയാണ്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പൊടുക്കഞ്ഞപ്പോ കയറത്ത് പോവാം. കാട്ടാൽ ചോരയാ മുഖത്തറച്ചത്. അത്രയ്ക്കൊന്നും വരില്ല എന്നൊരു പേരാണ് ഷാജിയേട്ടാ. ഷാജിയേട്ടാ ഈ ആട്ടുകണ്ടം തിന്നോ? ആട്ടുകണ്ടം തിന്ന മദ്യത്തിന്റെ മണമുണ്ടല്ലോ ഷാജിയേട്ടാ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു ഷാജിയേട്ടാ. എന്നാലും നിങ്ങൾ എല്ലാവരും എന്നെ കൈയടിക്കാതിരിക്കുന്നതിൽ ഒരിക്കലും പ്രശ്നമില്ല. പക്ഷേ ഷാജി പാപ്പനും പിള്ളേരും ആട് 3 എന്തായാലും അടിപൊളിയായിട്ട് കയറി വരും. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കണ്ടോ, ഇതാണ് നമ്മുടെ. ഇനി നമുക്ക് ഇപ്പോഴത്തെ തലമുറയുടെ സംഗീതം എന്ന് പറഞ്ഞാൽ നാടോടി നൃത്തോ നമ്മുടെ ദാസേട്ടൻ്റെ പാട്ടുകളൊന്നും അല്ല. ദാസേട്ടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. വേടനെ ഇഷ്ടമുള്ളവർ ആരുണ്ട്? വേടന്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അപ്പൊ നമുക്ക് വേടന്റെ ഒരു പാട്ടാണ്. ഇപ്പോഴത്തെ കുട്ടികൾ വരെ വേടന്റെ പാട്ട് ആരാധകരാണ്. അപ്പൊ വേടന്റെ പാട്ട് നമുക്കിത് കേട്ടോക്കാം പ്ലീസ്. വേടൻ. വണക്കം 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 മക്കളെ, എല്ലാവർക്കും നമസ്കാരം. കടലമ്മ കരഞ്ഞല്ല പറ്റത്, കണ്ണീരല്ല മവളല്ല കട്ടത്, കരയല്ല കടലല്ല കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ല പറ്റത്, കണ്ണീരല്ല മവളല്ല കട്ടത്, കരയല്ല കടലല്ല കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഉപ്പ് കാച്ചിൽ മീന് മണക്കും, നടുക്കടലിൽ കൊണ്ടാൽ കാറ്റ് കൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ? കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകും. മനം തന്നെ ഉന്നം ബലവാൻയവനോ, മനം തന്നെ മനൻ ഇനി നായകനോ, ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ, കട്ടുമാരക്കാരനോ പെരുങ്കടൽക്കാരനോ. ഇന്ന് വലയിൽ കുടുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ? കടൽ മീനാണോ? നാളെ കര പോയി ചേരുന്നത് നീയാണോ അതോ ഞാനാണോ? നീയാണോ ഞാനാണോ ആരാണോ? എല്ലാവരും ഞാൻ കൊടുക്കാരൻ. ഞാൻ നമ്മുടെ സ്വന്തം സെൻസുള്ള ഒരാളാണ്. എല്ലാവരും നന്നിട്ട് കഴിക്കേ, ഒരുമിച്ച് നമുക്ക് കഴിച്ചു പോവാ. മണ്ണ് പെട്ട കുഞ്ഞിക്കൂട്ടാൻ പറ്റൂല. കൊച്ചിക്കായൽ കെറ്റിയാൽ നിന്നെ തപ്പ പോലും കിട്ടൂല. മഷിട്ട് നോക്കിയ പോലും നിറക്കന്മാർക്ക് കിട്ടൂല. മുതൽ നീന്തൽ കൊടുത്ത് നിനക്ക് പറയിൽ പിടിക്കാൻ പറ്റൂല. മണ്ണ് പെട്ട കുഞ്ഞിക്കൂട്ടാൻ പറ്റൂല. കൊച്ചിക്കായൽ കെറ്റിയാൽ നിന്നെ തപ്പ പോലും കിട്ടൂല. മഷിട്ട് നോക്കിയ പോലും നിറക്കന്മാർക്ക് കിട്ടൂല. മുതൽ നീന്തൽ കൊടുത്ത് നിനക്ക് പറയിൽ പിടിക്കാൻ പറ്റൂല. പക്ഷേ മറക്കല്ലേ, മനുഷ്യൻ മരിച്ച മണ്ണല്ല, മനുഷ്യൻ മുഴുവൻ കൂണ്ണല്ലേ. ഞാൻ കാരണം മൈനല്ല, തരുന്ന മരണം വരമല്ല, തളിരി മിരിപ്പ് കരമല്ല, ഉയിരി തോടാൻ മരമല്ല, പോരും കുടുംബല്ല. പിടിച്ച പുള്ളിങ്ങൊക്കെ പിടിടാ, അടിച്ച കട്ടുപുല്ലി പോലെ അടിടാ. നിന്നച്ചാ നീ നിന്നച്ചത മുടിടാ, ഒരിക്കലും മുന്നം പിഴക്കാതെ കേട്ടിടാ.